ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദാ എന്ന് പറയുമ്പോഴേക്കും സമ്മർ വെക്കേഷൻ തീരാനായല്ലേ. ഇനി സ്കൂൾ തുറക്കുന്നതിൻ്റെ ഒരുക്കങ്ങളിലേക്ക് കുട്ടികളും പാരൻസും ഒരുപോലെ എൻഗേജ്ഡ് ആവും. അമ്മമാർക്കാണെങ്കിൽ ഇനി കൺഫ്യൂഷനും, ബ്രേക്ക്ഫാസ്റ്റ് എന്തുണ്ടാക്കണം, ലഞ്ചിന് എന്ത് കൊടുത്തു വിടും എന്നൊക്കെ. അപ്പോൾ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പി തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചു. തക്കാളി ചോറ്, ടൊമാറ്റോ റൈസ്, തക്കാളി സാദം എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയിലോട്ട് കിടക്കാം. ഒരു പാൻ ചൂടാക്കി 2 ടേബിൾ സ്പൂൺ നെയ്യ് ആഡ് ചെയ്യാം. നെയ്യിന് പകരം ഓയിലും ആഡ് ചെയ്യാം കേട്ടോ. നെയ്യ് മെൽറ്റായി ചൂടായി വരുമ്പം 4 ഗ്രാമ്പു, 2 ഏലക്ക, 1 പീസ് പട്ട ആഡ് ചെയ്യാം. 1 സ്പൂൺ പെരുംജീരകം കൂടി ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ആവുമ്പം 1 സവാള നീളത്തിൽ അരിഞ്ഞത് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇതുപോലെ വഴറ്റിയെടുത്താൽ മതിയാവും കേട്ടോ. ഒരുപാട് സോട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് 1 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ സോട്ട് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കുന്നതും കേടുകൂടാതെ അതിൻ്റെ കളറും ഫ്ലേവറും ഒട്ടും നഷ്ടപ്പെടാതെ എങ്ങനെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം എന്നതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് പച്ചമണം മാറുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. തക്കാളി നന്നായി കുക്കാവുന്നത് വരെ സോട്ട് ചെയ്യാം കേട്ടോ. ഇനി ഇതിലേക്ക് മല്ലിയിലയുടെ തണ്ട് ചെറുതായി അരിഞ്ഞതാണ് ആഡ് ചെയ്യുന്നത്. ഇത് ഞാൻ ഒഴിവാക്കാറില്ല കേട്ടോ. ഈ ഒരു ടൈമിൽ ആഡ് ചെയ്താൽ അത് കുക്കായി കിട്ടും. നമ്മൾ ഉപ്പ് ഒട്ടും ആഡ് ചെയ്തിട്ടില്ല. മസാലയ്ക്കും റൈസിനും വേണ്ട ഉപ്പ് ഏകദേശം 1/2 സ്പൂൺ മതിയാവും കേട്ടോ. ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത റൈസ് ആഡ് ചെയ്യാം. ഞാനിവിടെ പൊന്നി റൈസാണ് എടുത്തേക്കുന്നത്. നമ്മുടെ വീട്ടിൽ ഏത് റൈസാണ് ലഞ്ചിന് എടുക്കുന്നത് അത് മതിയാവും. അതല്ലെങ്കിൽ ബസ്മതി റൈസും സെറ്റാവും കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇച്ചിരി മല്ലിയില ആഡ് ചെയ്ത് ഒന്നും കൂടെ മിക്സ് ചെയ്താൽ നമ്മുടെ തക്കാളി ചോറ് സെറ്റാണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. റെസിപ്പിയും വീഡിയോയും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അതുപോലെ റെസിപ്പീസ് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെയോ ഫേസ്ബുക്ക് പേജിലൂടെയോ സജസ്റ്റ് ചെയ്യാം കേട്ടോ. കൂടാതെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റഗ്രാം പേജും വാട്സപ്പ് ചാനലും ഫോളോ ചെയ്യാനും മറക്കരുതേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പം നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. താങ്ക് യു.